ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു റീബ്സ് വേൾഡ്. ഇവിടെ ഞാനൊരു നാടൻ കറിയാണ് ചെയ്യാൻ പോകുന്നത്. ചക്കക്കുരുവും പച്ചമാങ്ങയും തേങ്ങയും ഒക്കെ ഉപയോഗിച്ചൊരു ചക്കക്കുരു മാങ്ങാക്കറി. ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ചക്കക്കുരുവിന്റെ വെളുത്ത തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം 4 മുറിച്ചെടുക്കണം. അതിനുശേഷം 2-3 വെള്ളത്തിൽ കഴുകിയെടുക്കണം. ചക്കക്കുരുവിലുള്ള സ്റ്റാർച്ചൊക്കെ പോകാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ കഴുകി വൃത്തിയാക്കിയെടുത്ത ചക്കക്കുരു 1 കപ്പ്, തേങ്ങ തിരുമിയത് 1/4 കപ്പ്, ഒരു മാങ്ങയുടെ പകുതി കഷ്ണങ്ങളാക്കിയത്, ചുവന്നുള്ളി 2 എണ്ണം, ജീരകം 1/4 ടീസ്പൂൺ, വറ്റൽമുളക് 2 എണ്ണം, മുളക് പൊടി 1/4 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കറിവേപ്പില 1 തണ്ട്, കടുക് 1 ടീസ്പൂൺ, വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ, വെള്ളം 2.5 കപ്പ്, ഉപ്പ് ആവശ്യത്തിന്. ചക്കക്കുരു മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു പാത്രത്തിൽ ചക്കക്കുരു, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, 2 കപ്പ് വെള്ളം എന്നിവ ചേർക്കുക. ഇനി ഗ്യാസ് ഓൺ ചെയ്യാം. വെള്ളം തിളച്ചു തുടങ്ങുമ്പോൾ മൂടി വെച്ച് അടച്ച് വേവിച്ചെടുക്കണം. ചക്കക്കുരു വേവുമ്പോൾ നമുക്ക് അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി തേങ്ങ, ജീരകം, ചുവന്നുള്ളി എന്നിവ ചേർത്ത് നന്നായി അരച്ചെടുക്കണം. അരച്ചെടുത്തതിന് ശേഷം 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെക്കുക. ചക്കയുടെ വെറൈറ്റി അനുസരിച്ച് ചക്കക്കുരുവിന്റെ വേവിന് വ്യത്യാസം ഉണ്ടാവും. ചിലത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ ഈ ചക്കക്കുരു നന്നായി വെന്തിട്ടുണ്ട്. ഇതിലോട്ട് ഇനി മാങ്ങ ചേർത്ത് കൊടുക്കാം. മൂടി വെച്ച് അടച്ച് 5 മിനിറ്റും കൂടെ വേവിച്ചെടുക്കുക. 5 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഒരു സ്പൂണിന്റെ പുറഭാഗം കൊണ്ട് ചെറുതായി ഒന്ന് ഉടച്ചെടുക്കുക. ഇനി ഇതിലോട്ട് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്വാദ് നോക്കി ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. കറി തിളച്ചാലുടൻ ഗ്യാസ് ഓഫ് ചെയ്ത് വാങ്ങി വെക്കുക. ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ചൂടാക്കിയതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. വറ്റൽമുളക് മുറിച്ചതും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. മുളക് ബ്രൗൺ നിറമാകുന്നത് വരെ ഫ്രൈ ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് കറിയുടെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാം. വളരെ സ്വാദുള്ള ചോറിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുവാനും പറ്റും. ചക്കക്കുരുവിന്റെ തൊലി പൊളിച്ചെടുക്കാൻ കുറച്ച് സമയം വേണമെന്ന് മാത്രം. നമ്മുടെ നാട്ടില് ചക്ക ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ചക്കക്കുരു കിട്ടുന്നവർ ഈ നാടൻ കറി ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി റീബ്സ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ്.